നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം രാജേഷ് ജി. രാജേഷ് ജി, നമ്മുടെ ഈ മുനമ്പം വീണ്ടും കത്താൻ ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതായത് മുനമ്പത്ത് ഈ നിലവിലെ നമ്മുടെ വഖഫ് ബോർഡ്, അതായത് കഴിഞ്ഞ ഗവൺമെൻറ് വെച്ച വഖഫ് ബോർഡാണ്. പുതിയ വഖഫ് ബോർഡിനെ ഈ ഗവൺമെൻറ് നിയോഗിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് വെച്ച വഖഫ് ബോർഡ് പോകുന്ന പോക്കിൽ അവസാനത്തെ ലാപ്പിൽ, അവസാന റൗണ്ടിൽ ഒരു പണിയും കൂടെ വെച്ച് കളഞ്ഞു. ഈ മുനമ്പത്തെ ഭൂമി അത് വഖഫ് ചെയ്തതാണെന്നും അതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. കേന്ദ്ര സർക്കാർ പറഞ്ഞ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. എല്ലാ വഖഫ് ഭൂമിയും ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ ചട്ടം. അപ്പോൾ ഇവർ പോകുന്ന പോക്കിൽ ഇവരങ്ങനെ ഒരു പണി, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് ഇവർ ഇത് ചെയ്തത്. അപ്പോൾ സത്യത്തിൽ സംസ്ഥാന സർക്കാർ ആകെ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ട് കേന്ദ്രം ഇങ്ങോട്ടേക്ക് വഖഫ് ബോർഡിന് അടക്കം വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ BJP സംസ്ഥാന പ്രസിഡൻറ്റും നേമം MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ ഇത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് ഒരു കത്തൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് വാസ്തവത്തിൽ ഈ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടുമോ? ഈ ഭൂമി അവർ പണം കൊടുത്ത് വാങ്ങിയതാണ്, അത് നഷ്ടപ്പെടുമോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കേന്ദ്ര സർക്കാർ എന്തു പറയുന്നു? ഈ മുനമ്പത്തെ ഭൂമി, അതായത് നേരത്തെ പറഞ്ഞല്ലോ, വഖഫ് ബോർഡിൽ കഴിഞ്ഞ സർക്കാർ LDF സർക്കാർ വച്ച KS സംസ്ഥ ചെയർമാനായ കേരള വഖഫ് ബോർഡാണ് ഇരിക്കുന്നത്. പുതിയ ബോർഡിനെ പുതിയ സർക്കാർ രൂപീകരിച്ചിട്ടില്ല. ഇനി ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയാലും വീഞ്ഞിന് പഴയ വീര്യമുണ്ടാകും. അതിനി ആര് വന്നാലും ശരി തന്നെയാണ്. കാരണം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായ സ്വത്തുക്കൾ കൈകാര്യം ചില രീതികളുണ്ട്. അപ്പോൾ അവർ അതെടുത്ത് സ്വയംഭരണ അധികാരം സ്വമേധയാ അവർ ചെയ്ത ഒരു വേലത്തരമാണ് ഈ 404 ഏക്കർ ഫറൂഖ് കോളേജിൻ്റെ പേരിലുണ്ടായിരുന്ന മുതവല്ലിയായ ആ ഭൂമി. തർക്കഭൂമിയാണ്. ആ ഭൂമി അവർ അങ്ങ് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കി. അതായത് കേന്ദ്ര സർക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഭൂമിയാണ്. പക്ഷെ തർക്കഭൂമിയാണ്. അത് മുനമ്പത്തുകാർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഏതാണ്ടൊക്കെ തീരുമാനമായതാണ്. പക്ഷേ അവസാനം സർക്കാരും കൈവിട്ടു. അന്നത്തെ പ്രതിപക്ഷം VD സതീശൻ്റെ നേതൃത്വത്തിൽ രൂക്ഷമായ സമരം നടന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ BJP ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ അന്ന് മുനമ്പത്ത് നടന്നു. മുനമ്പത്ത് സുരേഷ് ഗോപി അടക്കം മുനമ്പത്തുകാർക്ക് വാക്കുകൊടുത്തു. അങ്ങനെയാണ് മുനമ്പത്തുകാർക്ക് ആ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കാൻ, പട്ടയം കൊടുക്കാനുള്ള നടപടികളൊക്കെ ആരംഭിക്കാൻ കേന്ദ്രം അന്ന് അതിന് തീരുമാനമായതും വഖഫ് ബോർഡിൻ്റെ അല്ല എന്നൊരു നിലപാടിലേക്ക്, ശക്തമായ നിലപാടിലേക്ക്, അത് വഖഫ് ഭൂമിയല്ല, ഉത്തരവ് ചെയ്യാനും പട്ടയം പിടിക്കാനും പട്ടയം പേരിലാക്കാനും ഒക്കെ കോടതി ഉത്തരവ് വരെ വന്നു. പക്ഷേ വഖഫ് ബോർഡിന്, കേരള വഖഫ് ബോർഡിന് ഈ കോടതി ഉത്തരവൊക്കെ പുല്ലുവിലയാണ്. കാരണം അവരതിൽ യാതൊരു, കാരണം അവർക്ക് സിയോമോട്ടായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഇവിടെ എന്തും ചെയ്യും, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ രജിസ്റ്റർ ചെയ്യും, വേണമെങ്കിൽ അടുത്ത പറമ്പ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യും. കാരണം അത് വളരെ അത് അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം പറയണം, ആൺകുട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഇതൊന്നും നടക്കില്ല. UP-ൽ അറിയാലോ, UP-ൽ ഇതുപോലെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എത്രയോ 1000 ഏക്കർ ഭൂമി ഒറ്റയടിക്ക് യോഗി അത് റദ്ദ് ചെയ്തു, ആ നടപടിയെ റദ്ദാക്കി. അത് സംസ്ഥാന സർക്കാരിന് അതിൽ അധികാരമുണ്ട് ചെയ്യാനായിട്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെ പരിഗണനയ്ക്ക് വരുന്നൊരു വിഷയമാണത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ അത് സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ പുതിയ സർക്കാർ, VD സതീശൻ സർക്കാരിന് ഇത് 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു നിമിഷം കൊണ്ട് ഉത്തരവുണ്ട്. ഈ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ പ്രിയദർശിനി പദ്ധതി പ്രകാരം യാത്ര, അല്ലെങ്കിൽ ഓണസമ്മാനമായിട്ട് 5 ലക്ഷം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ വെച്ച് നൽകുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കാമെങ്കിൽ, അത് നടപ്പാക്കാൻ ജീവം ഇറക്കാമെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാന പോലീസിലെ ഉന്നതരെ അടക്കം ഞൊടിയുടെ കൊണ്ട് സ്ഥലം മാറ്റാമെങ്കിൽ, കളക്ടർമാരെയൊക്കെ മാറ്റി വകുപ്പ് സെക്രട്ടറിമാരെ B അശോക് കുമാറിനെയും പ്രശാന്തിനെയൊക്കെ B അശോകിനെയും പ്രശാന്തിനെയൊക്കെ തിരികെ സർവീസിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ഒരൊറ്റ വരി ഉത്തരവ് കൊണ്ട് അവർക്ക് ഈ ഒരു മുനമ്പത്തുകാരുടെ ഭൂമി എന്ന ആ പഴയ വാഗ്ദാനം നിറവേറ്റാമായിരുന്നു. പക്ഷേ അത് മറന്നുപോയി. കാരണം അവിടെ സമവാക്യങ്ങളുണ്ട്. വഖഫ്
വഖഫ് ബോർഡ് സർക്കാരിന് നേരെ നെഞ്ചി വിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ താങ്ങി നിർത്തുന്നത് മുസ്ലിം ലീഗാണ്. തീർച്ചയായും ലീഗാണ്. കാരണം വഖഫ് എന്നാൽ ലീഗിന്റെ കൂടി സ്വത്തുക്കളാണ്. വഖഫ് ബോർഡ് എന്നാൽ ബോർഡിൽ ഭൂരിപക്ഷവും ലീഗുകാരാണ്. അതെ. ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഈ മെയ് 26-ന് സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ അദ്ദേഹം കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിനൊരു ഔദ്യോഗികമായിട്ടൊരു കത്തയച്ചിരുന്നു. ഇത് വളരെ ഇല്ലീഗലായിട്ട് ചെയ്ത നടപടിയാണ്. ഏകപക്ഷീയമായി ഈ മുതുവല്ലി പ്രകാരം ഏകപക്ഷീയമായി ഭൂമി അവർ ഉമീദ് പോർട്ടലിൽ പെടുത്തിയതാണ്. നടപടിയെടുക്കണം. മുനമ്പത്തുകാർക്ക് ആ ഭൂമി തിരിച്ചു കൊടുക്കണം. ഭൂമിയാണ്. അതെ, എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കിരൺ റിജിജുവിന് കത്തയച്ചു. അതിന്റെ അടുത്ത നടപടിയായിട്ടാണ് കേന്ദ്രം ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം 5 ദിവസത്തിനകം കേരള വഖഫ് ബോർഡിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഏറ്റെടുത്തത്, എന്തുകൊണ്ട് റദ്ദാക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഉമീദ് പോർട്ടലിൽ ആര് പറഞ്ഞിട്ട്, എന്തുകൊണ്ട്, എങ്ങനെ, എന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ അവർ പറയുന്നത് ഹംസ മുങ്ങിയടക്കുകയാണ്. KS ഹംസ, വഖഫ് ബോർഡിന്റെ ചെയർമാൻ. അദ്ദേഹം പറയുന്നത് ജൂൺ 16-ന് ഞങ്ങളുടെ ഒരു യോഗം ചെയ്യുന്നുണ്ട് വഖഫ് ബോർഡിന്റെ. ആ യോഗത്തിൽ തീരുമാനിക്കും എന്ത് മറുപടി കൊടുക്കണമെന്നും പിന്നെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആലോചിക്കുന്നു. ഈ കോടതി ഉത്തരവുണ്ടല്ലോ, പിന്നെ എന്ത് നിയമ നടപടികൾ? അവിടുത്തെ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥ ഉടമസ്ഥർക്ക് ഒരു തീരപ്രദേശമാണ് എന്ന് പറഞ്ഞിട്ട് BJP വാഗ്ദാനം നൽകിയതാണ്. ഇടത് സർക്കാർ നടപടിക്രമങ്ങളെല്ലാം പുനരാരംഭിക്കുന്ന CPI-യുടെ റവന്യൂ മന്ത്രി അവിടെ പ്രഖ്യാപിച്ചതാണ് അല്ലേ? പക്ഷെ പ്രഖ്യാപനം മാത്രമേ നടപ്പായിട്ടില്ല. CPI-യെ അന്നത്തെ LDF സർക്കാർ ആസാക്കി എന്നാണ് ഞാൻ പറയാം. കാരണം CPI-ക്കാണ് റവന്യൂ വകുപ്പ്. അതെ, പക്ഷേ മുനമ്പത്ത് ഒന്നും ചെയ്യാൻ അവരെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന CPM ആണ്. CPI-യുടെ കൈ കെട്ടിയിട്ടൊക്കെയായിരുന്നു. CPI-ക്ക് 4 മന്ത്രിമാരുണ്ടായിരുന്നത് ശരിയാണ്. 4 മന്ത്രിമാർക്കും ഏതൊക്കെ പേഴ്സണൽ സ്റ്റാഫ് വേണം എന്നുവരെ തീരുമാനിച്ചത് CPM ആണ്. അങ്ങനെ അനുസരണയുള്ള കുട്ടികളെ പോലെ കുഞ്ഞാടുകളായിട്ട് ഈ CPM-ന്റെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടത്. അതിന് വഖഫുകാരെന്ത് പിഴച്ചാൽ, വഖഫുകാരെ ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ മുനമ്പത്തുകാരെന്ത് പിഴച്ചു? മുനമ്പത്തുകാർക്ക് കിട്ടേണ്ടത് അവരുടെ ഭൂമിയാണ്. അവർ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമി. അവർക്കത് പോക്കുവരവ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വായ്പ എടുക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത് അവർ പോക്കുവരവൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല. അതെ, ഇപ്പൊ കരമടയ്ക്കാൻ പറ്റുന്നില്ല, അത് വെച്ച് ലോൺ എടുക്കാൻ പറ്റുന്നില്ല, അത് വിൽക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവരവിടെ തന്നെ താമസിച്ചോളണം, അല്ലെങ്കിൽ സർക്കാർ വെച്ചു കൊടുത്ത് ഇപ്പം നമ്മുടെ വിവിധ പാർപ്പിട പദ്ധതികൾ നമ്മുടെ ഇടത് സർക്കാർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ലൈഫ് മിഷനൊക്കെ. അതിലൊരു വ്യവസ്ഥയുണ്ട്. ആ ലൈഫ് മിഷൻ പ്രകാരം വീട് കിട്ടുന്നവർ അത് മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല. സ്വന്തം കുടുംബത്തിലുള്ളവർക്കല്ലാതെ മറ്റുള്ള കൈമാറാൻ പാടില്ല. അവരവിടെ തന്നെ താമസിക്കണം, മറിച്ച് വിൽക്കാൻ പാടില്ല എന്നൊക്കെ നിബന്ധനകളുണ്ട്. പക്ഷെ മുനമ്പത്ത് അതല്ല അവസ്ഥ. സർക്കാർ ഈ ലൈഫ് മിഷൻ കണ്ടിൽ മുനമ്പത്ത് വരെ കാണരുത്. അവരവിടെ പോക്കുവരവ് ചെയ്ത് അവരുടെ സ്വന്തം ഭൂമിയാണ് അവർ ജീവിക്കുന്ന, അവർ വർഷങ്ങളായിട്ട് അവർ താമസിക്കുന്ന ഭൂമിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാലോ നമുക്ക്. ഇപ്പോൾ ഒരു സത്യം അവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഏതാണ്ട് വ്യക്തമായി. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ 2 കൂട്ടർക്കും ഗുണകരമായോ ദോഷകരമായോ ഒന്നും ചെയ്യില്ല. ഒന്നുകിൽ VD സതീശൻ ബസ്സിൽ നിന്ന് ഇറങ്ങണം, KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ VD സതീശൻ ഈ പദ്ധതി പ്രഖ്യാപനങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ KC വേണുഗോപാലെങ്കിലും സമ്മതം കൊടുക്കണം, അല്ലെങ്കിൽ വേണുഗോപാലിൻ്റെ മന്ത്രിമാരുടെ സമ്മതം കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ക്യാബിനറ്റിൽ കൊണ്ടുവരണം. അതിന് ചീഫ് സെക്രട്ടറി എങ്കിലും ഒന്ന് മെനക്കെടണം. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് എല്ലാവർക്കും നടക്കില്ല. കാരണം ഒരു വശത്ത് മുസ്ലിം ലീഗിന്റെ ശക്തമായ സമ്മർദ്ദം നിൽക്കുന്നു, മറുവശത്ത് ഈ മുനമ്പത്തെ പാവപ്പെട്ട എന്താ പറയുക മത്സ്യബന്ധനമൊക്കെ തൊഴിലാക്കി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവർ വലിയ ഭയാശങ്കകളോടുകൂടി അവർ നിൽക്കുന്നു. ഇടതുപക്ഷം ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നിൽക്കുന്നു. അതുപോലെ തന്നെ BJP ഈ മുനമ്പത്തെ പാവപ്പെട്ടവർക്കൊപ്പം നിന്ന് വഖഫ് ബോർഡിനെ എതിർക്കുന്നു. ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക ഹിംസ്ര ജന്തുക്കളുടെ ഇടയിൽ
കൊടുങ്കാട്ടിൽ അകപ്പെട്ട ഒരു അവസ്ഥയിലാണ് UDF സർക്കാർ. ചെകുത്താൻ ഇപ്പുറത്തും കടലപ്പുറത്തും. പക്ഷെ കടൽ അവർക്കൊരു പ്രശ്നമല്ല, അവർക്ക് കടൽ ഭയമില്ല. പക്ഷെ ചെകുത്താനെ അവർക്ക് ഭയമാണ്. കാരണം ഏത് നിമിഷവും ഈ തിരമാലകൾ കയറി വന്ന് തങ്ങളുടെ വീടും വസ്തുക്കളും കൊണ്ടുപോയാലും അവർക്ക് തിരിച്ച് ഇതിനകത്തുനിന്ന് ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. കോടതികൾക്കൊന്നും ഈ നാട്ടിൽ ഒരു വിലയും ചില ആൾക്കാർ കൊടുക്കുന്നില്ല. UDFന്റെ കാലത്ത് ഒരു കോടതി ഉത്തരവും ഇവിടെ ബാധകമാണ്. പ്രത്യേകിച്ച് ഈ വഖഫ് ബോർഡ് പോലുള്ള ലീഗുമായി ബന്ധപ്പെട്ട ഈ ഹജ്ജ് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡ് അങ്ങനെയുള്ള മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഇടപാടുകൾ ഒന്നും തന്നെ നമ്മുടെ ഒരു നിയമത്തിനും അവർ വഴിപ്പെടില്ല. ഈ വഖഫ് ബോർഡ് ഇങ്ങനെ കിടന്ന് കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പ്രമാണം എടുത്ത് നോക്കിയിട്ടുണ്ടോ? തിരുവനന്തപുരത്തുള്ളവരും ഒക്കെ പണ്ടാര വകയാണ്, ശ്രീ പണ്ടാരം വകയാണ്. അപ്പൊ അതും പറഞ്ഞുകൊണ്ട് പത്മനാഭ സ്വാമിക്ഷേത്രംകാരി ചെന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടെ തിരുവിതാംകൂർ രാജകുടുംബം അതിലെ അവകാശം ഉന്നയിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സാധുതയുണ്ടോ? എന്ത് ചെയ്യും? കാരണം എല്ലാ പ്രമാണത്തിലും മറിച്ചെഴുതുന്ന പ്രമാണങ്ങളിലും ഒക്കെ എല്ലാം ശ്രീഭണ്ഡാരം വക, മുന്നാധാരങ്ങളിലൊക്കെ ഉണ്ട് ശ്രീഭണ്ഡാരം വക. എന്തുകൊണ്ട് മാറ്റുന്നില്ല അല്ലേ? അപ്പം ഇവിടെ ഈ അങ്ങനെയുള്ള തിരുവിതാംകൂർ രാജകുടുംബമോ അവകാശവാദം ചോദിക്കണമെന്നല്ല, അത് പണ്ടുണ്ടായിരുന്നൊരു അവകാശമോ അല്ലെങ്കിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന അത് രാജാവ് ഈ ഭൂമി മുഴുവനും തിരുവിതാംകൂർ എന്ന രാജ്യം മുഴുവനും ശ്രീപത്മനാഭന് ദാനം ചെയ്തു. ദാനം ചെയ്തിട്ട് ശ്രീപത്മനാഭന്റെ ദാസനായിരുന്നാണ് രാജ്യം ഭരിക്കുന്നത്. അല്ലാതെ അദ്ദേഹം തനിക്ക് എന്താ പറയുക ജന്മാവകാശമായി സിദ്ധിച്ചു എന്ന മട്ടിലല്ല തിരുവിതാംകൂർ രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നത്. അവർ അറിയപ്പെടുന്നത് തന്നെ ശ്രീപത്മനാഭദാസൻ എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ വഖഫ് ബോർഡിനെ മൂക്ക് കയറിട്ട് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നില്ല. അതാണ് സംഘടിത മത വോട്ടിൻ്റെ ശക്തി. കാരണം തിരുവനന്തപുരത്ത് നെടുമങ്ങാട് വരെ എടുത്തു നോക്കിയാൽ ഒരു വലിയൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള ഏക്കർ കണക്കിന് ഭൂമി ഒന്നുകിൽ കൂപക്കര മഠം വക, അത് പ്രമാണത്തിലുണ്ട്. അതാരും മഠത്തിന് വേണ്ടിയിട്ട് അന്ന് രാജാവ് ഇതെല്ലാം നമ്മൾ വളരെ പഴയ തിരുവനന്തപുരത്തെ ഏത് പ്രമാണം എടുത്തു നോക്കിയാലും ഈ മുന്നാധാരം ശ്രീഭണ്ഡാരം വക എന്നൊരു വരി അതിനകത്ത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരുടെ കുടുംബം വന്ന് തിരിച്ചു ചോദിക്കുന്നാണോ? അല്ല, അങ്ങനെയല്ല. ഇന്ന മഠം വക അല്ലെങ്കിൽ ഇന്ന മഠം വക ഇത്ര ഏക്കർ സ്ഥലം, അത് 1 ഏക്കർ സ്ഥലം 100 സെന്റ് ഉണ്ട്, 5 സെന്റ് വെച്ച് 20 പേർക്ക് അങ്ങ് വിഭജിച്ച് വഴിയടക്കം 10-12 പേർക്ക് താമസക്കാർക്ക് കൊടുത്ത് അവരുടെ വീട് വെച്ച് കഴിയുകയാണ്. പെട്ടെന്ന് ദിവസം വന്നിട്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് അവകാശവാദം ഓടിക്കൂലേ? തീർച്ചയായും അതേപോലെ ഓടിക്കേണ്ടതല്ലേ ഇവരെ? അതെ, അതാണ്. എന്തിനാണ് ഇപ്പൊ കോടതി പറഞ്ഞിട്ട് ഈ ഫറൂഖ് കോളേജ് വിറ്റു എന്നാണ് ഇവർ പറയുന്നത്. ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്ത ഭൂമി, ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വേണ്ടി കൈമാറിയ ഭൂമി, അത് ഫറൂഖ് കോളേജ് അത് വിറ്റു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഫറൂഖ് കോളേജിനോടാണ് ചോദിക്കുന്നത്, അല്ലാതെ ഈ പാവപ്പെട്ട മുനമ്പത്തെ ജനങ്ങളോടല്ല. എന്തായാലും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഈ വിഷയത്തിൽ ഈ മുനമ്പംകാർക്ക് നീതി ലഭിക്കാൻ BJPയും കേന്ദ്ര സർക്കാരും അല്ലാതെ മറ്റൊരു വഴിയുമില്ല. സംസ്ഥാന സർക്കാർ ലീഗിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് വഖഫ് ബോർഡ് പറയുന്ന താളത്തിന് തുള്ളും. വഖഫ് ബോർഡ് പറയുന്ന സ്ഥലത്തെല്ലാം സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചു കൊടുക്കും. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു വലിയ ചതി കൂടിയുണ്ട്. ഇതിൻ്റെ പേരിൽ ഈ വഖഫ് ബോർഡിന് വേറെ എവിടെയെങ്കിലും, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ അവർക്ക് 400 ഏക്കർ ഭൂമി ആവശ്യമുണ്ട്, പാലക്കാട് അതുപോലെ പല ജില്ലകളിലും. അപ്പോൾ കണ്ണായ സ്ഥലത്ത് ഇവർ 400 ഏക്കർ ഭൂമി പകരം സർക്കാരിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന കൂടി ഇതിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. തട്ടിയെടുക്കുന്നതും സർക്കാർ ഒരു പദ്ധതി തുടങ്ങാൻ എഴുതി കൊടുക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. അല്ല, പദ്ധതി തുടങ്ങാൻ സർക്കാർ എഴുതി കൊടുക്കുന്നത് സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തി വാങ്ങുന്നതാണ്, ഭയപ്പെടുത്തി വാങ്ങുന്നതാണ്. സർക്കാർ സ്വമേധയാ ഇഷ്ടത്തോടു കൂടി കൊടുക്കുന്നതല്ല. ഈ മുനമ്പത്തെ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കട്ടെ, ഈ മുനമ്പത്തിന് മേൽ ഇനിവർ അവകാശവാദം ഉന്നയിക്കാതിരിക്കട്ടെ എന്ന് കരുതി പകരം ഭൂമി കൊടുക്കുകയാണ്. പക്ഷേ അത് പ്രീണനമല്ല. അല്ല, അത് പ്രീണനമാണെന്ന് മാത്രമല്ല, അതിനകത്തൊരു വലിയ ചതിയുണ്ട്, വഞ്ചനയുണ്ട്. അതായത് കുറച്ചു കാലം കഴിയുമ്പോൾ, ഒരു 10-30 വർഷം കഴിയുമ്പോൾ ഇവർ വീണ്ടും അവകാശവാദം പറഞ്ഞു വരും. കാരണം ഒരിക്കൽ വഖഫ് ചെയ്തത് എന്നും വഖഫാണ്, ഒരിക്കലും അത് വഖഫ് അല്ലാതായി മാറുന്നില്ല. വഖഫ് ചെയ്ത ഭൂമി തിരിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്നത്തെ ഭരണസമിതി, ഇന്നത്തെ വഖഫ് ബോർഡൊക്കെ മാറി നാളെ വേറൊരു 10-30 വർഷം കഴിഞ്ഞ് ഒരു വഖഫ് ബോർഡ് വരുമ്പോൾ അവർ നിയമപരമായിട്ട് ഈ അവകാശം ഉന്നയിച്ച് വീണ്ടും വരും. അപ്പോൾ എന്നേക്കുമായിട്ട് വഖഫ് ബോർഡിന് അതിനകത്തുള്ള മുഴുവൻ അവകാശങ്ങളും തീർത്ത് കെട്ടിയില്ല എന്ന് തെളിയിച്ച്
കൃത്യമായ കോടതി വിധി ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് മുഴുവൻ രേഖകളും പരിശോധിച്ച് ഇതിനകത്ത് എന്താണ് കള്ളക്കളി നടന്നിരിക്കണമെന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തി കോടതിയിൽ നിന്നൊരു ഉത്തരവ് അന്തിമമായിട്ട് വാങ്ങിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ വഖഫ് ബോർഡിൻ്റെ വ്യാജ അവകാശവാദത്തെ മൂക്ക് കയറിട്ട് നിർത്താൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം ഇന്ന് കാസർഗോഡ് 400 ഏക്കർ കൊടുത്തു, അവരടങ്ങും. 30 കൊല്ലം 25 കൊല്ലം കഴിയുമ്പോൾ അവർ തിരുവനന്തപുരം ജില്ലയിൽ 400 ഏക്കർ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും രംഗത്ത് വരും. അതെ. അപ്പോൾ അന്ന് ആ 400 ഏക്കർ കൊടുത്തില്ലെങ്കിൽ അവരുടനെ ഈ വഖഫ് ഈ പ്രശ്നം എടുത്തിടും, മുനമ്പം പ്രശ്നം വീണ്ടും എടുത്തിടും. ഇപ്പോൾ ഇതിങ്ങനെ നീണ്ട കാലയളവിലേക്ക് ഈ ഡിസ്പ്യൂട്ട് പോവും. ഈ തർക്കം ഒരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ട് കോടതിയിൽ നിന്ന് ഇതിനൊരു പരിസമാപ്തി ഉണ്ടാക്കണം. അത് വളരെ കൃത്യമായിട്ട്. പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ തുനിഞ്ഞിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, സംസ്ഥാന സർക്കാരിന് അത് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കടിഞ്ഞാണിടുന്നത് ലീഗാണ്. ലീഗിൻ്റെ നോമിനീസാണ് വഖഫ് ബോർഡിൽ കൂടുതലും ഉള്ളത്, ഭൂരിപക്ഷം അവരാണ്. അതുകൊണ്ട് തന്നെ ഈ ലീഗിൻ്റെ താളത്തിന് തുള്ളാനേ സംസ്ഥാന സർക്കാരിന് കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം അവർ മറന്നുപോയി. ഇതിന് മുകളിൽ ഒരു കേന്ദ്ര സർക്കാരുണ്ട്, കോടതികളുണ്ട്, നീതിന്യായ സംവിധാനം ഇവിടെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം അവർ മറന്നുപോയി. ഇന്ത്യൻ ഭരണഘടനയാണ് നിലവിലുള്ളത്, അല്ലാതെ ശരീഅത്തല്ല. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങളൊന്നും അന്തിമമായിട്ട് വിജയിക്കാൻ പോകുന്നില്ല. എന്തായാലും ബി ജെ പി സംസ്ഥാന ഘടകം വളരെ ശക്തമായി നിൽക്കുന്നുണ്ട്. കാരണം അന്ന് തന്നെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അടക്കം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വ്യക്തമായ അവരുടെ ഭാഗത്താണ് ന്യായം. അവരുടെ ഭാഗത്ത് അവർക്ക് നീതി കിട്ടേണ്ട, അവരിരകളാണ്, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അതിൽ BJP മാത്രമല്ല, കോൺഗ്രസിനും CPM-നും ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. അന്ന് അവിടുത്തെ ന്യൂനപക്ഷ ആ വിഭാഗം, ക്രൈസ്തവ വിഭാഗം അടക്കം ഈ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവർ മാത്രമല്ല, അവിടെ എല്ലാ വിഭാഗങ്ങളും. അപ്പോൾ അവരടക്കം സമരത്തിൽ അവരായിരുന്നു അനുനയിപ്പിക്കാൻ ഏറെ പാട്. അപ്പോൾ അവരടക്കം ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ച് അവിടെ നിരാഹാരമടക്കം സമരം ഉപവാസങ്ങളൊക്കെ തുടർന്നപ്പോൾ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷൻ എത്തിയപ്പോൾ ഷോൺ ജോർജ് അടക്കമാണ് അവിടെ ചെന്നത്. ഷോൺ അടക്കം അവിടെ ചെന്ന് അവരെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് കേന്ദ്രത്തെ കാര്യങ്ങൾ ധരിപ്പിച്ച് ഇന്നത്തെ അതൊക്കെ ചെയ്തെങ്കിലും അതിന്റെ യാതൊരു നന്ദിയും ഈ ക്രൈസ്തവ തെരഞ്ഞെടുപ്പിൽ കാണിച്ചില്ല എന്ന ആക്ഷേപം BJP-ക്ക് ഉണ്ട്. വോട്ട് കിട്ടാനല്ല, പക്ഷേ മുൻപത്ത് പോയി അല്ല, ഇവിടെ വോട്ടല്ല വിഷയം. വോട്ടിനേക്കാൾ കൂടുതൽ ഇതൊരു മാനുഷിക പ്രശ്നമാണ്, ഒരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരു നിയമ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. അല്ലാതെ ഇത് വോട്ട് ബാങ്കിൻ്റെ ബലത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് ന്യായീകരിക്കുന്ന നിലപാട് ഒരിക്കലും ഒരു സർക്കാരും സ്വീകരിക്കരുത് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊരു നയം തന്നെ അതൊക്കെ BJP കാണിച്ച മണ്ടത്തരങ്ങളാണ്. പക്ഷേ അത് മുനമ്പത്തുള്ളവർക്ക് കൃത്യമായി നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നതിനപ്പുറം അവർ സംസ്ഥാനത്ത് മൊത്തം ഒരു ഔട്ട്റീച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അത് ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാർ പൊതുവെ ഈ കാര്യത്തിൽ എല്ലാവരും കൈനനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കും. അത് BJP ശ്രമിച്ചു. ഇപ്പോൾ എന്തായാലും കോടതിയെ സമീപിച്ചില്ല. ഷോൺ ജോർജ് അടക്കം ഇനി ഇത് കോടതിയെ സമീപിക്കുന്നതും സമീപിക്കാതിരിക്കുന്നതുമല്ല ഇതിനകത്തുള്ള ആത്യന്തികമായ സൊല്യൂഷൻ. ആത്യന്തികമായ സൊല്യൂഷൻ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് തീർപ്പ് കൽപ്പിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത് നിയമപരമായിട്ട്? അത് സംസ്ഥാന സർക്കാരിന് റദ്ദ് ചെയ്യാം. UP ചെയ്തതുപോലെ സംസ്ഥാന സർക്കാർ പക്ഷേ ചെയ്തില്ല. പല കീഴ്വഴക്കങ്ങളുണ്ട്. അത് സംസ്ഥാന സർക്കാർ ഇപ്പൊ കേന്ദ്ര സർക്കാരിന് ചെയ്യാം. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണതന്നെ കേന്ദ്ര സർക്കാരിന് വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് ഇത് റദ്ദ് ചെയ്യാം. തീർച്ചയായിട്ടും അതിന് കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അല്ല, അവിടെയാണ് മുനമ്പത്തുകാരുടെ പ്രതീക്ഷയും. അത് കേന്ദ്ര സർക്കാർ വിശദമായിട്ട് കൃത്യമായിട്ട് പഠിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ചെയ്യുക. അപ്പോൾ ഇവർ വീണ്ടും കോടതിയിൽ പോകും. അത് കോടതിയിൽ വരട്ടെ, അപ്പം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. അതെ, എന്തായാലും ആ ഒരു നിലപാടിൽ 5 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനായിട്ട്, വിശദീകരണം നൽകാനായിട്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ മറികടക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി വഖഫ് ബോർഡിനെ വേണമെങ്കിൽ അങ്ങ് പിരിച്ചുവിടും. വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് അടുത്ത ബോർഡ് വന്നാൽ മാത്രമല്ലേ വിശദീകരണം കൊടുക്കാം. ബോർഡ് ഏത് വന്നാലും വിശദീകരണത്തിലുള്ള 5 ദിവസം സമയം കാലാവധി കൊടുത്തിട്ടുണ്ട്. സമയപരിധി കഴിയുമ്പോഴത്തേക്കും അത് കേന്ദ്ര സർക്കാർ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കും. അവർ വേറെ ചെയ്യില്ല. വിശദീകരണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഉമീദ് പോർട്ടലിലെ രജിസ്ട്രേഷനെ അങ്ങ് ക്യാൻസൽ ചെയ്യും. ഒരു പ്രത്യേക അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് BJP കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച്, അതായത് വഖഫ് ബോർഡിന്റെ പേരിൽ സംസ്ഥാനത്തെ ഭൂമി തട്ടിയെടുക്കുന്ന ഒരു മാഫിയ, ആ മാഫിയെക്കുറിച്ച് അന്വേഷിക്കണം ആവശ്യപ്പെട്ടൊരു പരാതിയും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണം, ഒരു കേന്ദ്ര ഏജൻസി
ഏജൻസി തന്നെ, നമ്മുടെ സാമ്പത്തിക ഏജൻസി ED അന്വേഷിക്കുന്നത് പോലെ ഈ കേന്ദ്ര സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ കേരളത്തിലേക്ക് വരാൻ അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ്മ ഈ വിഷയം അന്വേഷിക്കും. അങ്ങനെയുള്ളപ്പോൾ സതീശൻ സർക്കാർ ബുദ്ധിമുട്ടുണ്ടോ? അതെ, അവർക്ക് കേന്ദ്രം ബുദ്ധിമുട്ടിക്കോളും. അന്വേഷിച്ച് കേന്ദ്രം തന്നെ ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തും. ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് അതിനാണ്. കാത്തിരുന്ന് കാണാം.